Good morning. Good morning. Good morning. Page number 90. നിങ്ങളുടെ വ്യത്യാസം ഉണ്ടോ? 79 ആണ്. Okay. Morning, George. നമ്മൾ ഇന്നലെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? കേൾക്കുന്നുണ്ടോ? ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഇന്നലെ നമ്മൾ പഠിച്ചത് വില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്കും ഹസാർഡ്സുകളും എന്തൊക്കെയാണ്, അല്ലെ എന്തൊക്കെ അപകട സാധ്യതകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഏതൊക്കെ സോഴ്സസിലൂടെയാണ് ഈ ലീക്കേജ് വേസ്റ്റസുകൾ ഉണ്ടാകുന്നത് നോക്കാം. ലീക്കേജ് വേസ്റ്റ് can
come from several sources in hospital. Here are some examples of possible source of leakage waste in hospitals. Several sources എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് മെഡിക്കൽ പ്രൊസീജിയർ വഴി വേസ്റ്റുകൾ വരാം, ലബോറട്ടറി ടെസ്റ്റിംഗ് വഴി, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ആദ്യത്തെ നോക്കാം, മെഡിക്കൽ പ്രൊസീജിയറിൽ നിന്ന് വേസ്റ്റസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഡ്യൂറിങ് സർജറീസ് അല്ലെ, സർജറീസ് നടത്തുന്ന സമയത്ത് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് പേഷ്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് അല്ലേ. ഓക്കെ, അതായത് ബ്ലഡ് സെൽസ്, ബ്ലഡിന്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ റെഡ് ബ്ലഡ് സെൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ മൂലമാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ കുറവ് മൂലമാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഡയാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയാലിസിസ് പ്രൊസീജിയർ, ഡയാലിസിസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? പ്രൊസീജിയർ ആണ് ഡയാലിസിസ്. കിഡ്നീസിൽ നമ്മൾ വേസ്റ്റ് പ്രൊഡക്ട്സുകൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് പ്രക്രിയകൾ നടക്കുമ്പോഴും എന്താണ് അവിടെ ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂട്ട് ചെയ്യുന്ന സമയത്തും എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസിൽ വരാനുള്ള സാധ്യത അല്ലാതെ നീക്കം ചെയ്യുന്ന സമയത്തും അത് അതിന്റെ വേസ്റ്റസ് വരാനുള്ള സാധ്യതയാണ്. അതേപോലെ തന്നെ ഡയാലിസിസിൽ ഉപയോഗിക്കുന്ന ചില ഫ്ലൂയിഡുകൾ ഉണ്ട്, അതുമൂലം എന്താണ് അത് സംഭവിക്കും. അത് രണ്ട് സോഴ്സസ് തന്നെയാണ്. പിന്നെന്താണ്? there is a risk of leakage of blood and body fluids. ഇനി ബ്ലഡോ അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നുള്ള ബോഡി ഫ്ലൂയിഡ്സുകളോ മൂലം എന്ത് സംഭവിക്കാം? അതായത് ശരീരദ്രവങ്ങളോ രക്തമോ മൂലം നമ്മളുടെ ഈ വേസ്റ്റസ് വരാനായിട്ടുള്ള സോഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാവുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രൊസീജിയറിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സർജറി സമയത്തും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തും ഡയാലിസിസിന്റെ ടൈമിലും ബ്ലഡിൽ നിന്ന് ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ എന്താണ് ലീക്കേജസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ലീക്കേജ് വേസ്റ്റിന്റെ ഫസ്റ്റ് സ്രോതസ് അഥവാ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ് ലബോറട്ടറി ടെസ്റ്റിംഗ്. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ലബോറട്ടറി ടെസ്റ്റിംഗ്. ഹോസ്പിറ്റൽസ് ക്യാരി ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ടെസ്റ്റ് ഓൺ ബ്ലഡ്, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. Okay, നമ്മൾ ലബോറട്ടറി ടെസ്റ്റിൽ ഇതേപോലെ ലീക്കേജ് വേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം യൂറിൻ, ബ്ലഡ്, മറ്റ് ശരീരദ്രവങ്ങളെല്ലാം തന്നെ അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കെമിക്കൽ ഏജൻസികൾ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യുന്നത്. അത്തരം ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിലുപയോഗിക്കുന്ന ആ മെറ്റീരിയൽ മൂലവും അല്ലെങ്കിൽ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ മൂലം എന്താണ് അവിടെ ലീക്കേജസ് വരാൻ, അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലീക്കേജ് വേസ്റ്റിന്റെ മറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കാം? ലബോറട്ടറി ടെസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയായിരിക്കും അറിയാമോ? പൊട്ടാസ്യം ഡൈക്രോളേറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താണ് ആൽക്കഹോൾ ഉണ്ട്, ചെറിയ രീതിയിൽ നൈട്രിക് ആസിഡുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ മെറ്റീരിയൽസുകളാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, എഴുതണമെന്നില്ല. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിൽ എങ്ങനെയാണ് വേസ്റ്റ് വരുന്നത്? പേഷ്യന്റ് കെയറിൽ നിന്നാണ് വേസ്റ്റ് മെറ്റീരിയൽസ് വരാൻ സാധ്യതയുണ്ടോ? The cause of patient care activities such as changing bed linens, clearing bedpans or helping with the personal cleanliness, there is a risk of leakages, body fluids and other materials. നമ്മൾ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ, അതായത് ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ലിനൻസ്, അവരുടെ ക്ലോത്ത്, പേഷ്യൻസിന്റെ ക്ലോത്ത് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യുന്ന സമയത്തോ
ബെഡ് പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ്, അല്ലെങ്കിൽ ചില പേഷ്യന്റ് നമുക്ക് പേഴ്സണലി ക്ലീൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലെ, പാരാലിസിസ് സംഭവിച്ചിരിക്കുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ. അപ്പോഴെന്ത് സംഭവിക്കാം, അവരുടെ ശരീരത്തിലുള്ള ശരീരദ്രവങ്ങളും മറ്റു മെറ്റീരിയൽസുകളും കെയർ ചെയ്യുന്ന ആളുടെ മേത്തും അല്ലെങ്കിൽ എന്താണ് ആ ഒരു പരിസരത്ത് അല്ലെങ്കിൽ റൂം ആണെങ്കിലും എന്താണ് അതൊക്കെ അവിടെ പോകാനുള്ള, ഇതൊക്കെ താഴെ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയും എന്താണ് അവിടെ പേഷ്യന്റ് കെയർ മൂലവും ലീക്കേജ് വേസ്റ്റസുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതായത് പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസിൽ പേഷ്യന്റിൽ നിന്നുള്ള ശരീരദ്രവങ്ങളും മറ്റു മെറ്റീരിയൽസുകളും വഴി അവിടെ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? പേഷ്യന്റ് കെയർ ഇനി handling and disposal of medical waste. Handling and disposal of medical waste. Hospitals creating medical waste. Many medical waste which can consist of sharps, contaminated dressing and other dangerous materials. Improper handling and disposal of medical waste can cause leakages. നമ്മൾ ഈ വേസ്റ്റുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്തില്ല എങ്കിലും എന്ത് സംഭവിക്കാം, ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുപാട് മെഡിക്കൽ വേസ്റ്റസ് എടുക്കുന്നുണ്ട്. അതിൽ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് വരാം, മലിനമായിട്ടുള്ള ഡ്രഗ്സിൻസ് ഉണ്ടാവാം, അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം. ഇതെല്ലാം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ല എങ്കിലും അല്ലെ, തോന്നിയ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വേസ്റ്റുകൾ ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് പ്രോപ്പർ ഡിസ്പോസ് ചെയ്യേണ്ട കണ്ടെയ്നറിൽ മാത്രമായിരിക്കണം ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇടാണെങ്കിൽ എന്താണ്, ആ വേസ്റ്റുകളോടെ കുന്നുകൂടിയിട്ട് അത് മലിനമാക്കാനായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. ഓക്കെ, അപ്പോ ലീക്കേജ് വേസ്റ്റിന്റെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ വേസ്റ്റ് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാത്തത് തന്നെയാണ് അതിന്റെ മറ്റൊരു സോഴ്സ്. അതായത് അവിടെ കിടന്ന് എന്താണ് അത് കുന്നുകൂടി മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പകരാനായിട്ട് കാരണമായേക്കാം. ഓക്കെ, ദെൻ അടുത്ത സോഴ്സ് ഏതാണ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. Hospital use different kind of complex medical equipment and devices which need regular maintenance and repair. The use of dangerous materials in the activities can cause leakages. ഇനി നമ്മൾ ചില മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില തരത്തിലുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു എക്യുപ്മെന്റ്, ഒരു ഉപകരണം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ചില മെറ്റീരിയൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പ്രവർത്തനം നിന്ന് പോയൊരു മെഷീൻ ആണെങ്കിൽ ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവരത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ് അത്തരം ഡേഞ്ചറസ് മെറ്റീരിയൽസ് മൂലം അല്ലെങ്കിൽ അത്തരം ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് മൂലം എന്താണ് ഹോസ്പിറ്റൽസിൽ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാകാനായിട്ടൊരു സ്രോതസ്സായിട്ട് നമുക്ക് അതിനെ പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ നിന്നും എന്ത് സംഭവിക്കാം, വേസ്റ്റസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഫിഫ്ത് പോയിന്റ് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ, spill in the course of transport. Spill in the course of transport. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakages. ഇനി നമ്മളിപ്പോ സ്പിൽസ് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഇപ്പോൾ എവിടെയാണോ നമ്മൾ ഡിസ്പോസ് ചെയ്തത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് സംഭവിക്കാം, പ്രത്യേകിച്ച് ലബോറട്ടറി സാമ്പിളുകളോ അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് പോകുന്ന ഇടവേളകളിലും അത് ലീക്ക് പ്രൂഫ് അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്നേഴ്സ് ലീക്കേജസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തല്ല കൊണ്ടുപോകുന്നെങ്കിൽ എന്താണ് അതിൽ നിന്ന് മെറ്റീരിയൽസുകൾ പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്, അങ്ങനെ ലീക്ക് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുവഴി എന്ത് സംഭവിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് അതിനെ പറയാവുന്നതാണ്. ഓക്കെ, അതായത് എന്താ പറയുന്നത്, കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് മെഡിക്കൽ വേസ്റ്റ്. നമ്മൾ മെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ലബോറട്ടറി സാമ്പിൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ എന്താണ് എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അതിന്റെ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, ചിലപ്പോ ഒരു ഓഫ് സൈറ്റ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് അത് ലീക്ക് ആയി കഴിഞ്ഞാലും അത് വേസ്റ്റസിന് കാരണമായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ്, സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാകുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ലീക്കേജ് വേസ്റ്റസ് സംഭവിക്കുന്നത്,
ഒന്ന് മെഡിക്കൽ പ്രൊസീജിയർ വഴി, ലബോറട്ടറി ടെസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ വഴി, പിന്നെ എന്താണ് പേഷ്യന്റ് കെയറിന്റെ ആക്ടിവിറ്റീസിന്റെ അത്തരം സന്ദർഭങ്ങളില്, പിന്നെ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാത്ത സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സിന് ഉപയോഗിക്കുന്ന മെയിൻ്റനൻസിനായിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വഴി എന്താണ് ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ് സ്പില്ല് കൃത്യമായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിലോ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ വീണവിടെ എന്താണ് ആ ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനും സ്പില്ലടിഞ്ഞു കൂടാനായിട്ടും കാരണമാകുന്നു. ഓക്കെ, മനസ്സിലായോ സോഴ്സസ്? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ. ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ എന്തൊക്കെ ടൈപ്സ് ആണ്? നമ്മൾ നേരത്തെ പഠിച്ചത് റിസ്കും ഹസാർഡും സോഴ്സസും പഠിച്ചു. ഇനി നോക്കുന്നത് ഏതൊക്കെ ടൈപ്പിലുള്ള വില്ലേജ് വേസ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, leakage waste in hospital can be different types and each type needs specific handling and disposal procedure. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല ടൈപ്സിലുള്ള സ്പില്ലേജ് വേസ്റ്റസുകളാണ് ഉള്ളത്. അപ്പൊ ഓരോ സ്പില്ലേജ് വേസ്റ്റും അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ, അത് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉണ്ടാവാം, നോർമൽ മെറ്റീരിയൽസ് ഉണ്ടാവും. രണ്ടിനും രണ്ട് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്സുകളുണ്ട്. അതിന്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെ തരത്തിലുള്ള സ്പിൽ വേസ്റ്റസുകൾ വരുന്നുണ്ട്? ഒന്ന് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ് ഒബ്ജക്ട്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഓരോന്ന് നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് അല്ലെ. ശരീരദ്രവങ്ങളും രക്തവും ഉണ്ടാവുന്ന സ്പില്ലേജ് വേസ്റ്റസുകൾ. പിന്നെ കെമിക്കൽ മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന സ്പില്ലേജസ്, ഷാർപ്പ് ഒബ്ജക്ട്സിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസുകൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൽ നിന്നുണ്ടാകുന്ന സ്പിൽ വേസ്റ്റസുകൾ. പിന്നെ ഏതാണ്? ഓർഗാനിക് മെറ്റീരിയൽസ്. എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ്? Hospital utilize organic materials for research or diagnostic purpose. Example, microorganism like bacteria and virus. ഇനി ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഗവേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെ, ഹോസ്പിറ്റൽ റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് നമ്മള് സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ബാക്ടീരിയ, വൈറസ് മുതലായ വസ്തുക്കൾ, അതായത് ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ ചില റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് അതിൽ നിന്നൊക്കെ ഈ വേസ്റ്റസ് വരാനായിട്ട് കാരണമാകും. അപ്പൊ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നുള്ള വേസ്റ്റസ് ആണ് എന്ത് നെക്സ്റ്റ് വില്ലേജ് വേസ്റ്റിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസിന്റെ ചില ഓർഗാനിക് റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ് മുതലായവ ഉപയോഗിക്കുന്നത് ഡയഗ്നോസ്റ്റിക് പർപ്പസസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്നും വേസ്റ്റസുകൾ വരാനുള്ള കാരണമാണ്. പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മറ്റ് അപകടകരമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ may utilize other dangerous materials such as mercury, lead used in medical equipments and supplies. നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കുന്ന മെർക്കുറീസും അല്ലെങ്കിൽ മെർക്കുറി, ലെഡ് മുതലായിട്ടുള്ള വസ്തുക്കളും എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസിലുള്ള കാറ്റഗറീസ് ആണ്. അപ്പൊ ഇവ മൂലം എന്ത് സംഭവിക്കാം? ഹോസ്പിറ്റലിൽ സ്പിൽ വേസ്റ്റസ് ഉണ്ടാകാനായിട്ട് കാരണമാണ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സുകൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഓരോ ടൈപ്സും എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും എങ്ങനെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നോക്കാം. ഫസ്റ്റ് വൺ,
നമ്മളൊരു ടൈപ്സ് പഠിച്ചു അല്ലെ. നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ പറഞ്ഞതിന്റെ പ്രൊസീജിയേഴ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ലീക്കേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഏതൊക്കെ പ്രൊസീജിയേഴ്സ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ലീക്കേജ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത് അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ടൈപ്സും ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണ്, റേഡിയോ ആക്റ്റീവ് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്, മെർക്കുറി വേസ്റ്റ് എങ്ങനെ നീക്കം ചെയ്യണം, ഷാർപ്പ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, കെമിക്കൽ സ്പില്ലേജ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ സ്റ്റെപ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ നോർമൽ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ, ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് is one of the important aspects of waste management in hospitals as it can have serious after if not managed properly. നമ്മളപ്പോ ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ടുള്ള സാധ്യത തന്നെയാണ്. അത് നമുക്ക് എഫക്റ്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലീക്കേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ the following steps can be followed. Have a leakage response plan in place. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ വേസ്റ്റ് എങ്ങനെ നീക്കം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഏത് പ്ലേസ് ആണോ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ, ഒരു ആസൂത്രണം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ചെയ്യുന്നു. എങ്ങനെയാണത്, hospital should prepare a plan in place for responding to leakages which identify the type of spillage, evaluate the risk and carry out apt measures to contain and clean up the leakage. ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ് റെസ്പോണ്ട് പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. അപ്പൊ ആദ്യം ഏത് ടൈപ്പ് സ്പില്ലേജ് ആണോ നമ്മൾ മനസ്സിലാക്കണം. ബ്ലഡ് ആണോ, കെമിക്കൽസ് ആണോ, ഷാർപ്പ് ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് എന്നോട് പറയുന്നത്. ഐഡന്റിഫൈ, ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, അല്ലെങ്കിൽ കെമിക്കൽസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ അത് രണ്ടാമത് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പൊ ബ്ലഡും ബോഡി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട സ്പില്ല് നീക്കം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റിസ്കുകൾ നമുക്ക് ഉണ്ടാകും, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ റിസ്കുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ and carry out apt measures to contain and clean up the leakages. പിന്നെ എന്താണ്, റിസ്ക് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചായിരിക്കണം ഇത് നീക്കം ചെയ്യേണ്ടത്, അത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ലീക്കേജ് ബേസ്ഡ് മാനേജ്മെന്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കുക. റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഏത് പ്ലേസിലാണോ ഏത് ടൈപ്പ് ആണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഏത് തരം സ്പില്ലേജ് ആണ്, അതിൽ എന്തോരം റിസ്ക് ഉണ്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ എന്തോരം റിസ്ക് വരാനുണ്ട്, പിന്നെ അത് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത്. മനസ്സിലായോ പിള്ളേരെ? ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Then provide apt leakage response equipment. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ലീക്കേജ് നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, hospital should issue proper equipment for spillage response such as absorbent pads, gloves, gowns and mask. നമ്മൾ ലീക്കേജ് വേസ്റ്റ് നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിന് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെസ്പോൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സുകളാണ്? അബ്സോർബന്റ് പാഡ്സ് അല്ലെ, നമ്മളത് ക്ലീൻ ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാഡുകൾ ഉണ്ട് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അബ്സോർബ്ഡ് പാഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അബ്സോർബ്ഡ് പാഡുകള് വലിച്ചെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റീസുകൾ അല്ലെ. ഓക്കെ, അത്തരം പാഡ്സുകൾ, അതായത് ആ ലീക്കേജ് വേസ്റ്റ് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ അത്തരം മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ അത്തരം പാഡ്സുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കയ്യില് ഗ്ലൗസസ് ധരിച്ചിട്ടും, അതേപോലെ തന്നെ ഗൗൺസ് ഉണ്ടായിരിക്കും, മാസ്ക് ഉണ്ടായിരിക്കും.
ഇതൊക്കെയാണ് ലീക്കേജ് റെസ്പോൺസ് പ്ലാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. ഒന്ന് അബ്സോർബന്റ് പാഡ്സുകൾ ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും, ഗൗൺസ് ആൻഡ് മാസ്കുകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. All hospital staff should be given training on how to respond to leakage and how to use leakage response equipment. ഇനി നമ്മള് ആരാണോ ഈ വേസ്റ്റുകൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്, അതായത് സ്പില്ലേജ് വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് എന്താണ് വ്യക്തമായ രീതിയിൽ നമുക്കൊരു ട്രെയിനിങ് കൊടുക്കുക. അതായത് ഏത് തരം ലീക്കേജ് ആണോ, അതിനെങ്ങനെ ക്ലീൻ ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം, പ്രോപ്പർ ഹാൻഡ്ലിങ് എങ്ങനെയാണ്, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യണം, ഏത് രീതിയിൽ അത് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ ഒരു പരിശീലനം കൊടുക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഇനി നമ്മൾ ഇത് തുടച്ചു മാറ്റുന്നതിനായിട്ട് അല്ലെ, വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനായിട്ട് എന്താണ്, കുറച്ച് ലീക്കേജ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് നമ്മുടെ ലിക്വിഡ്സുകളില്ലേ, ഡിറ്റർജൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അത് ആ ഏരിയ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spill of leakage or liquid or other dangerous materials in kept within blockade. That means spill containment actually stopping and preventing a spill from spreading. അപ്പൊ നമ്മള് അതായത് ഇത് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കുറച്ച് ലിക്വിഡ്സുകൾ അല്ലെങ്കിൽ മറ്റ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഏരിയ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് മറ്റൊന്നിലേക്ക് ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി, അതായത് മറ്റ് ഒരു ഏരിയയിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം, മറ്റേരിയയിലേക്ക് ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ലിക്വിഡ്സുകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സോർബന്റ് പാഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് നീക്കം ചെയ്യുന്നത്. ഓക്കെ, പ്രിവെന്റിങ് സ്പിൽ ഫ്രം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ നീക്കം ചെയ്ത മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്ത മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം അല്ലെ? അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. Leakage waste should be properly disposed as per local regulations and hospital policies. നമ്മൾ ഈ നീക്കം ചെയ്യുന്ന വേസ്റ്റുകൾ കൃത്യമായിട്ടും ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം പ്രോപ്പർ മാനറിൽ അത് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, എന്നാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് നമ്മൾ പ്രധാനമായിട്ട് കോമൺലി പറഞ്ഞ കുറച്ച് സ്റ്റെപ്പുകളാണ് എന്ത്? ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കുക. ഏത് ടൈപ്പ് ആണെന്ന് അതിനെ തിരിച്ചറിയുക, ഏത് രീതിയിൽ അതിൽ റിസ്കുകൾ വരുന്നു, ഏതൊക്കെ മെഷേഴ്സ് അതിൽ സ്വീകരിക്കേണ്ടി വരുന്നു എന്നാണ് തിരിച്ചറിയുന്നത്. പിന്നെന്താണ്? അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമാണ് അല്ലെ? അത് ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്? അബ്സോർബന്റ് പാഡ്സുകള്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്കുകൾ. അതിനുശേഷം ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾക്ക്, അത് മാനേജ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാനുമായി ബന്ധപ്പെട്ട എന്താണ് കൃത്യമായ രീതിയിൽ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്? ഏതൊക്കെ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ലിക്വിഡ്സും ഡേഞ്ചറസ് മെറ്റീരിയൽസുകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയനെ അത് മറ്റേതൊന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യും. അതിനുശേഷം അത് നീക്കം ചെയ്തതിനു ശേഷം എന്താണ്? ക്ലീനിങ്ങിന് ശേഷം മാത്രമാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഡിസ്പോസലിലേക്ക് ചെയ്യുന്നത് അല്ലെ? ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് അതൊന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കട്ടോ സ്റ്റെപ്സ്.
ഓക്കെ ആണോ? ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മള് നേരത്തെ പഠിച്ച ഓരോ ടൈപ്പ് വേസ്റ്റ് സ്പില്ലുകളും വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതുമായി അതിന് മുൻപായിട്ട് ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ കുറെ നേരം കൊണ്ട് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ എന്തൊക്കെ വരും? ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ രക്തവും അല്ലെങ്കിൽ മറ്റു ഫ്ലൂയിഡ്സുകളും എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? നോക്കാം. Management of different types of spillage waste. First one, blood and body fluid spillage ആണ് നമ്മൾ നോക്കുന്നത്. Blood and body fluids leakage waste can cause infection diseases and proper management is vital. അല്ലെ, രക്തവും ശരീരദ്രവവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം ലീക്കേജ് വേസ്റ്റസുകൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് പടരാനായിട്ടുള്ള ഒരു കാരണമാണ് അല്ലെ. അപ്പൊ അത് ഏറ്റവും സുപ്രധാനമായിട്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആയിരിക്കണം അത് മാനേജ് ചെയ്യേണ്ടത്. Okay, a body fluids as any fluid formed and produced by or exerted from the human body which includes. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഏത് തരം ഫ്ലൂയിഡ് ആണ് അല്ലെ. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കപ്പെടുന്ന ഏത് തരം ദ്രവങ്ങളും അതിൽ ഉൾപ്പെടാം. എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡീസിൽ വരുന്ന ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലീവ, ടിയേഴ്സ്. ടിയേഴ്സ് എന്താണ്? ടിയേഴ്സ് ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. പിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സിമൻ, വജൈനൽ ഫ്ലൂയിഡ്, അമ്നോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂരൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വോമിറ്റസ് ആൻഡ് പസ്. നോക്കാം ഏതൊക്കെയാണ്. ബ്ലഡ്, യൂറിൻ അറിയാം. ഫീസസ് എന്താണ്? ഫീസസ് നമ്മുടെ വിസർജ്യങ്ങൾ അല്ലെ. സലൈവ അല്ലെ, ഉമിനീരുകള്. ടിയേഴ്സ് കണ്ണുനീര്. ബിയേഴ്സ് എന്താണ്? ബിയേഴ്സ് എന്താണ്? എന്തായിരിക്കും ബിയേഴ്സ്? ടിയേഴ്സ് കണ്ണുനീര്. ബിയേഴ്സോ അതെന്താ സാധനം? ബിയർ എന്താണ്? എന്തെങ്കിലും അർത്ഥം കിട്ടുമോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട്? എന്തായിരിക്കും ബിയേഴ്സ്? ആ വാക്കിന് വെട്ടാ കേട്ടോ. അത് എക്സ്ട്രാ കേട് വന്ന വാക്കാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് പറഞ്ഞേ, വെട്ടേക്ക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടത്? ടെക്സ്റ്റിലുണ്ടാവും? ഇതിലില്ല. ആ യെസ്, ഇല്ല, ഇല്ലാത്തൊരു വെട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കാന്ന്? ബിയർ എന്താണെന്ന്? ബിയർ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആണോ? അല്ല അല്ലെ. അതൊരു വേർഡ് അവിടെ കയറി വന്നതാണ് കേട്ടോ. പ്രിന്റിങ്ങില്ല, മിസ്റ്റേക്ക് ആണത്. വെട്ടിക്കോളൂ കേട്ടോ. ഉള്ളവരുണ്ടെങ്കിൽ അത് വെട്ടിക്കോളൂ. ഓക്കെ. അപ്പൊ ടിയേഴ്സ് എന്താണ്? കണ്ണുനീര്. then breast milk അല്ലെ, മുലപ്പാല്. then cerebrospinal fluid, CSF. എന്താണ് cerebrospinal fluid എന്ന് പറയുന്നത്? എന്തിലുള്ളതാണ് ആ ദ്രാവകം? cerebrospinal fluid എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലച്ചോറിന് കുറയുന്ന മെനിഞ്ചസിൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന ദ്രാവകമാണ് എന്താ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ തലച്ചോറിനെ പൊതിയുന്ന മെനിഞ്ചസിനുള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ സിമൻ അല്ലെ. സിമൻ എന്താണ്? ബീജം. then വജൈനൽ ഫ്ലൂയിഡ്സ് അല്ലെ. വജൈനൽ ഫ്ലൂയിഡ് അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. then amniotic fluid. amniotic fluid എന്താണ്? amniotic fluid
amniotic fluid എന്താ? amniotic fluid എവിടെയാണ് amniotic fluid ഉണ്ടാകുന്നത്? ഏത് സിറ്റുവേഷൻസിലാണ് സ്ത്രീകളിൽ അത് രൂപപ്പെടുന്നത്? യെസ്, ഗർഭപാത്രത്തിനുള്ളിലാണ് അല്ലെ? അതായത് പ്രത്യേകിച്ച് ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണ് amniotic fluid, അതായത് എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫ്ലൂയിഡ് ആണ് അല്ലെ? ഓക്കെ, യെസ്. പിന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? നമ്മൾ ഡയാലിസിസ് പ്രൊസീജിയേഴ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആണ് കേട്ടോ. നമ്മൾ ഡയാലിസിസ് പ്രൊസീജിയേഴ്സിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ ബൈൽ എന്താണ്? പിത്തരസം അല്ലെ? ബൈൽ എന്താണ്? പിത്തരസം. ബ്ലാക്ക് ബൈൽ എന്താണ്? കറുത്ത പിത്തരസം. ഓക്കെ, രണ്ടുണ്ട് അല്ലെ? ബൈല്, പിത്തരസം. ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്നതാണ് കറുത്ത പിത്തരസം. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്താണ്? നമ്മുടെ ദഹനരസങ്ങൾ അല്ലെ? നമ്മുടെ ശരീരത്തിലെ ദഹനരസങ്ങള്. വോമിറ്റ് ആൻഡ് പസ് എന്താണ്? വോമിറ്റ് ആൻഡ് പസ്, നിറയും പതയും എന്നൊക്കെ പറയില്ല നമ്മള്, നിറയും പതയും എന്നൊക്കെ പറയില്ല, അതാണ് വോമിറ്റ് ആൻഡ് പസ് എന്ന് പറയുന്നത്. അപ്പോ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സില്ലേജസിൽ ഉൾപ്പെടുന്ന മെറ്റീരിയൽസ് ആണെന്ത്? ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid. Pleural fluid എന്താന്ന് പറഞ്ഞില്ലല്ലോ? pleural fluid എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിന് ആവരണം ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലൂറൽ സ്പേസസിനകത്തുള്ളതാണ് എന്താ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിന് ആവരണം ചെയ്തിരിക്കുന്ന പ്ലൂറൽ സ്പേസസിലുള്ള ഫ്ലൂയിഡ് ആണ്. ഓക്കെ, യെസ്. ഏതൊക്കെയാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് മനസ്സിലായോ? പേരുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ലീക്കേജ് വേസ്റ്റസ് ഉണ്ടായി എങ്ങനെ നീക്കം ചെയ്യണം? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ നമ്മൾ ധരിക്കുക. എന്നിട്ട് മാത്രമായിരിക്കും ഇതൊക്കെ നീക്കം ചെയ്യേണ്ടത്. പേഴ്സൺ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ, പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളാണ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും നിർബന്ധമായിട്ട് എന്താണ്? PPE വെയർ ചെയ്യുക. PPE എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാറ്റഗറി വരുന്നു? അതില് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്സ് ബിഫോർ അപ്രോച്ചിങ് ദി സ്പിൽ ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ലിക്വിഡ് അല്ലെ? നമ്മളപ്പോ ആ ഒരു സ്പില്ലുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ ഇതെല്ലാം ധരിച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാനായിട്ട് പോകേണ്ടത്. ഓക്കെ, അതാണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ലീക്കേജ് ടൈപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം വെയർ ചെയ്യുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then contain the spilling. Contain the spilling എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് contain the spill. സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. യൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ടത്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് such as paper towels or absorbent pads. നമ്മൾ ശ്രദ്ധിക്കുക, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റസ് ആണ് നമ്മൾ ഇവിടെ നീക്കം ചെയ്യാനായിട്ട് പഠിക്കുന്ന സ്റ്റെപ്പുകൾ. അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണേ. ഓക്കെ, എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അബ്സോർബന്റ് പാഡ്, contain the spill and stop it from spreading. To dispose the material, put them in a bag or container marked by biohazard. If there are any glass pieces present, more precaution should be taken. അപ്പൊ നമ്മള് ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡുമായി ബന്ധപ്പെട്ട സ്കില്ല് കൃത്യമായിട്ട് നീക്കം ചെയ്യാനായിട്ട് എന്ത് മെറ്റീരിയൽസുകൾ ഉപയോഗിക്കണം? അബ്സോർബന്റ് പാഡ്സ് മെറ്റീരിയൽസുകൾ അല്ലെ, പേപ്പർ ടവൽസുകൾ അല്ലെങ്കിൽ പാഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രെഡ് ആവാത്ത രീതിയിൽ അതിനെ നീക്കം ചെയ്യുക. ഓക്കെ, ദെൻ അത് ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ്? നമ്മൾ മാർക്ക് ചെയ്ത ഒരു ബയോഹസാർഡ് ബാഗുകൾ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഉണ്ടോ, അതിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ ഇത് മാറ്റി വെക്കേണ്ടത്. അതായത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ബയോഹസാർഡ്, അതായത് അപകടകരമായിട്ടുള്ള വേസ്റ്റസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടെയ്നറിനകത്തായിരിക്കണം നമ്മൾ അത് ഇടേണ്ടത്. ഓക്കെ, ഇനി ആ ഒരു സമയത്ത് ഇപ്പൊ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ്, ചില ഗ്ലാസ് പീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അത് എടുത്ത് അവരുടെ ടെസ്റ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും എടുത്തിട്ട് ഗ്ലാസ് പീസ് ഒക്കെ എങ്ങനെ കാണുന്നു കഴിഞ്ഞാൽ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം അതെടുത്ത് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ
അതാണ് അവിടെ പറയുന്നത് more precaution should be taken. Any glass pieces present, more precaution should be taken. Okay. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പില്ല് കണ്ടെയ്ൻ ചെയ്തത് ബയോഹസാർഡ് ബാഗിലേക്ക് നീക്കം ചെയ്യുക എന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അത് മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ ഒരൊറ്റ പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, ബാക്കി അങ്ങനെ എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ അതിനെ കണ്ടെയ്ൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിസിൻഫെക്ട് ഏരിയ. നമ്മൾ വെറുതെ അത് നീക്കം ചെയ്ത് പോയാൽ മാത്രം മതി. ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം അല്ലെ? അതിനെ ഡിസിൻഫെക്ട് ചെയ്യേണ്ടതുണ്ട്. An adequate allegation of both gram-positive and gram-negative bacteria using 1% hydrochloride solution in case of blood and body fluid samples. Use a disinfectant solution to cleanse the affected area completely using apt solution. Example in chlorine glazing agents. Abide by the manufacturer's directive for the proper concentration and contact and to the disinfectant. അപ്പൊ നമ്മള് ആ ക്ലീൻ ചെയ്ത ഏരിയ നമ്മൾ അണുവിമുക്തമാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അത് അണുവിമുക്തമാക്കുന്ന സമയത്ത് നമ്മള് ആഡിറ്റീവ് അലിഗേഷൻ അല്ലെങ്കിൽ നമ്മളെ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയസിനെ നമ്മൾ അതിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്തായിരിക്കാം? അതായത് നമ്മള് ടെസ്റ്റസില്, അതായത് ഗ്രാം ടെസ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്? ബാക്ടീരിയ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാം ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പൊ ഗ്രാം ടെസ്റ്റില് പോസിറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയകളാണ് എന്ത്? അതിനെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് നീല കളറിലോ പർപ്പിൾ കളറിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കും. ഗ്രാം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഫലം കാണിക്കുന്ന കളറുകൾ എന്ന് പറയുന്ന ബാക്ടീരിയസ് ഏതൊക്കെയാണ്? ഗ്രാം ടെസ്റ്റില് നീലയോ പർപ്പിളോ നിറത്തിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം നെഗറ്റീവ്, അതായത് ഗ്രാം ടെസ്റ്റില് നെഗറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയാസ് ആണ് എന്ത്? ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ കളറുകൾ എന്തായിരിക്കും? ഗ്രാം നെഗറ്റീവിന്റെ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള ബാക്ടീരിയകളായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഗ്രാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രാം ടെസ്റ്റില് നെഗറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയസ് പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കളറിലെ. മറ്റത് എന്താണ്? ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് എന്ത് കളേഴ്സ് ആണ്? ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് എന്ത് കളേഴ്സ് ആണ്? എന്ത് കളറാണ്? നീലയോ പർപ്പിളോ ആയിരിക്കും കേട്ടോ. ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള പോസിറ്റീവ് ഫലം കാണിക്കുന്ന ബാക്ടീരിയകളായിരിക്കും. അപ്പൊ ഇത്തരം ബാക്ടീരിയകൾ നമ്മൾ ഈ ഗ്രാം ടെസ്റ്റിലൂടെയാണ് ഇത് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ? ഓക്കെ, അതായത് ഇറ്റ്സ് എ കോമൺലി യൂസ്ഡ് ഗ്രാം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമൺലി യൂസ്ഡ് ടു ഡിറ്റക്ട് ബാക്ടീരിയ. ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? ഗ്രാം ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റിന് ശേഷം നമ്മള് ഇതിനെന്ത് ചെയ്യുന്നു? 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മള് എന്ത് നീക്കം ചെയ്യുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസുകൾ നീക്കം ചെയ്യുന്നത്. 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ബ്ലഡ് മുതൽ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് മുതലായിട്ടുള്ള സാമ്പിൾ വേസ്റ്റസുകൾ നമ്മൾ നീക്കം ചെയ്യുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ചോദിക്കാം, ബ്ലഡ് സാമ്പിൾസുകൾ നമ്മൾ നീക്കം ചെയ്യാം, വേസ്റ്റസുകൾ നീക്കം ചെയ്യുന്നത് എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്? എന്ത് സൊല്യൂഷൻ ആണ്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അവിടെ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി use a disinfectant solution to cleanse the affected area completely using apt solution. ഇനി നമ്മൾ എന്താണ്? ആ ഏരിയ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ക്ലെൻസ് ചെയ്യണം അല്ലെ? ഒരു ഡിസിൻഫെക്റ്റന്റ് നാശിനി ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡിസിൻഫെക്ട് ചെയ്യണം. ആ ഒരു സമയത്ത് യൂസിങ് ആപ്റ്റ് സൊല്യൂഷൻ, ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൂടി ആയിരിക്കണം പിന്നെയും നമ്മൾ എന്താ രണ്ടാമത് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ക്ലോറിൻ ഗ്ലേസിംഗ് ഏജൻസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? abide by the manufacturer's directives. നമ്മൾ എന്ത് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിൽ കുറച്ച് മാനുഫാക്ചേഴ്സും ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ?
അത് ഇത്ര സമയം ഈ ഒരു ടൈമിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ, അതായത് നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഏത് സൊല്യൂഷൻസ് ആണെങ്കിലും അതിന്റെ മാറ്റിൽ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ലേ, നിർദ്ദേശങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിലാണ് ആ സൊല്യൂഷൻ മിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ. കണ്ടിട്ടില്ലേ നമ്മള് ഈ ക്ലോറിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ക്ലോറിന്റെ ഒക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ടോ, പൗഡറിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചിട്ടുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്തിട്ട് വേണം ഇത്തരം സൊല്യൂഷൻസ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അണുവിമുക്തമാക്കുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രമേ ആ ഏരിയ നമ്മൾ ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്, ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്ലീൻ ചെയ്യേണ്ടത്, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ, ഏത് സൊല്യൂഷൻ ആണ് പറഞ്ഞേ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു, ഹൈപ്പോക്ലോറൈറ്റ് എന്ന് മാത്രം പറയരുത്, 1% ചേർത്ത് പറയണം കേട്ടോ. 1% മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടോ. 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ് യെസ്. ഇനി നമ്മൾ അതിനെ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, then area should be made clean using water and general purpose detergent allowed to dry air dry. ഇനി നമ്മൾ ആ ഏരിയ നമ്മൾ നോർമൽ, അതായത് കുറച്ച് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ജനറൽ പർപ്പസ് എന്ന നിലയിൽ എന്താണ് ചെറിയ ഏതെങ്കിലും ഡിറ്റർജൻസ് കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി അതിനെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് അതിനെ ഡ്രൈ ആക്കാനായിട്ട് വിടും. ഓക്കെ, നോർമൽ ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം എന്താണ്, സാധാരണ ഡിറ്റർജന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മൾ അതിനെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യും. അതിനുശേഷം എന്താണ്, അങ്ങനെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം പിന്നെന്താ ചെയ്യുന്നത്, get rid of waste. All materials that come touch with blood and body fluids should be discarded as a dangerous waste labeled biohazard bags or containers. ഇനി എന്താ പറയുന്നത്, നമ്മൾ ആ നീക്കം ചെയ്ത എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസുകളും നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു, ഡേഞ്ചറസ് വേസ്റ്റുകൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബയോഹസാർഡ് ബാഗിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്കോ നമ്മൾ ആ വേസ്റ്റുകൾ മാറ്റുന്നു. ദെൻ അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അതിനുശേഷമാണ് നമ്മൾ കൈകൾ വൃത്തിയായിട്ട് ശുചിയായിട്ട് കൈ കഴുകേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ച എല്ലാ വേസ്റ്റുകളും അല്ലെങ്കിൽ ഗ്ലൗസും PPE എല്ലാം തന്നെ ആ ഒരു സമയത്ത് അത് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതെല്ലാം മാറ്റാണ്. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ പ്രോപ്പറായിട്ട് കൈകൾ വാഷ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ ഇത്രയും പ്രൊസീജിയേഴ്സ്? ഒന്നുകൂടി ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ നീക്കം ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് PPE വെയർ ചെയ്യുക. പിന്നെന്താണ്, കണ്ടെയ്ൻ ദ സ്പിൽ, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അത് സ്പ്രെഡ് ആവാത്ത രീതിയിൽ, അതായത് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, അബ്സോർബൻ പാർട്സുകൾ, ടവൽസുകളൊക്കെ ഉപയോഗിച്ച് അത് നീക്കം ചെയ്യുക. നീക്കം ചെയ്ത മെറ്റീരിയൽസ് നമ്മളൊരു ബയോഹസാർഡ് ബാഗിലേക്ക് മാറ്റി വെക്കുക. പ്രത്യേകിച്ച് ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ദെൻ ആ ഏരിയ എന്ത് ചെയ്യണം, നമ്മൾ 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസുകളെ നീക്കം ചെയ്യുക. ദെൻ ഇതിന് കൂടാതെ തന്നെ എന്താണ്, ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മറ്റൊരു ആപ്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടുകൂടി ക്ലീൻ ചെയ്ത്, പ്രത്യേകിച്ച് ക്ലോറിൻ ഏജന്റ് ഒക്കെ ഉപയോഗിച്ചുകൂടി ഒന്നുകൂടി ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ദെൻ ഒന്നുകൂടി എന്താണ്, നോർമൽ വാട്ടറും ഡിറ്റർജന്റ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെയും ഒന്നുകൂടി നമ്മളത് ക്ലീൻ ചെയ്യുന്നു. പിന്നെന്താണ്, എല്ലാ മെറ്റീരിയൽസും നമ്മളൊരു ബയോഹസാർഡ് ബാഗിനകത്തേക്ക് മാറ്റും. ആഫ്റ്റർ എന്താണ്, എല്ലാ പ്രൊസീജിയേഴ്സിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കൈകൾ കഴുകുന്നു. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ശരി. ഇനി ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് നോക്കിയേ. സോഫ്റ്റ് ഫർണിഷിംഗ് മേ ബി ഡാമേജ്ഡ് ബൈ disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishing and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned. എന്താ പറയുന്നത്, സോഫ്റ്റ് ഫർണിഷിങ്സ്
നമ്മൾ ഈ ഡിസിൻഫെക്റ്റ് ഈ അണുനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ സോഫ്റ്റ് ഫർണിച്ചർ, നമ്മുടെ ചെറിയ ചെറിയ ടേബിൾസും കാര്യങ്ങളൊക്കെ എന്താണ് അതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടോ? നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന പർപ്പസുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ടച്ച് ചെയ്ത് വരുന്ന സമയത്ത് അതിനൊക്കെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഈ അണുനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ചെറിയ തരത്തിലുള്ള ഫർണിഷിംഗ്, പ്രത്യേകിച്ച് സോഫ്റ്റ് ഫർണിഷിങ്സ് ഒക്കെ എന്താണ് ചെറിയ ചെറിയ ടേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡാമേജസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് പൊല്യൂട്ടഡ് സോഫ്റ്റ് ഫർണിഷിങ്സ് ആൻഡ് കാർപ്പറ്റ്സ് അൺഎബിൾ ടു എൻഡ്യൂർ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഷുഡ് ബി മെയ്ഡ് ക്ലീൻ യൂസിംഗ് ഹോട്ട് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ഓർ സ്റ്റെം ക്ലീൻഡ്. ഇനി അപ്പൊ ഈ സോഫ്റ്റ് നമ്മുടെ ഈ ഫർണിച്ചറിനൊക്കെ എന്താണ് എന്തെങ്കിലും കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? യൂസിങ് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ എന്താണ്? ചൂടുവെള്ളം അല്ലെ? ഹോട്ട് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഡിറ്റർജന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്റ്റീം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഫർണിഷിങ്സിൽ നിന്ന് അണുനാശിനികൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത്തരം ഫർണിഷിങ്സിലൊക്കെ എന്താണ് ഡാമേജസ് സംഭവിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് ഇത്രയും സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫർണിച്ചേഴ്സിലൊക്കെ എന്താണ് കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉപയോഗത്തിന് ശേഷം നമ്മൾ അത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്ന രീതിയിൽ അതിനെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തില് ഡാമേജസ് വരുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ശരി, ഇനി ഇപ്പൊ നമ്മൾ ആദ്യത്തെ ടൈപ്പ് പഠിച്ചു, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്. ഇനി ഏതാണ് പഠിക്കുന്നത്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം. ഓക്കെ, ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ആണല്ലേ മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറി എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്? അതിന്റെ സ്റ്റെപ്പുകളൊന്നും നമുക്ക് 2-3 നോക്കാം, മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ. നോക്കാം. Mercury leakage can be dangerous to human health and environment, and actual management is vital. അല്ലെ? ഹ്യൂമൻ ഹെൽത്തിനും അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ ഒരേപോലെ അപകടകരമായിട്ടുള്ള ഒരു വസ്തുവാണെന്ത്? മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത് അല്ലെ? അത് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മാനേജ് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിക്ട് ദ ഏരിയ. എന്താ ചെയ്യേണ്ടത്? എവിക്ട് ഏരിയ എന്ന് പറയുന്നത്, എവിക്ട് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഏരിയ, അത് എവിടെയാണോ മെർക്കുറി ലീക്കേജ് ഉണ്ടായത് ആ ഏരിയ, ആ ഒരു പ്രദേശം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിപ്പിക്കുക, അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ നീക്കം ചെയ്യുക. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ഇപ്പൊ മെർക്കുറി ലീക്കേജ് കൂടിയതാണെങ്കിൽ എന്താണ്? അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരെ, പേഷ്യൻസ്, സ്റ്റാഫുകളൊക്കെ അവരെ നീക്കം ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ്? എമർജൻസി സർവീസസിലേക്ക് വിവരം അറിയിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് അവേ ജ്വല്ലറി. Take away jewelry. Take away all jewelry from hands and wrists so that the mercury cannot combine with the valuable metals. എന്താണ്? ടേക്ക്, നമ്മുടെ ജ്വല്ലറി ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലും റിസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മെർക്കുറിയും ആഭരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? ഇത്തരം വാല്യുബിൾ മെറ്റൽസുമായിട്ട് മെർക്കുറിക്ക് സംയോജനം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ? സാധ്യത ഉണ്ടെന്നല്ല, എന്താണ്? അത്തരം മെറ്റീരിയൽസ് ഒരിക്കലും തന്നെ മെർക്കുറി സിറ്റുവേഷൻസിൽ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് മെർക്കുറിക്ക് സമ്പർക്കം വരാനുള്ള, അത് സംയോജിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ എന്താണ്? എത്രയും പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് മെർക്കുറി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ലീക്കേജ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാത്തരം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം ആ ഒരു സ്പിൽ ഏരിയയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അത്തരം ലോഹങ്ങളുമായിട്ട് മെർക്കുറിക്ക് സമ്പർക്കം വരാതെ അപകട സാധ്യതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മള് അങ്ങനെ ആ ഒരു പ്രദേശം ഒഴിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ജ്വല്ലറി ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അഴിച്ചു മാറ്റിയതിനു ശേഷം നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ PPE വെയർ ചെയ്യുക അല്ലെ? പ്രത്യേകിച്ച് ഗ്ലൗസസ്, ഗൂഗിൾസ് ഗ്ലാസസ്, റെസ്പിറേറ്റേഴ്സ്, അതായത് ശ്വസന തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബിഫോർ ഗോയിങ് ടു സ്പിൽ ആൻഡ് ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്.
അപ്പോൾ റെസിപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാൻ കാരണം എന്താണ്, ഇതിന്റെ ഈ മെർക്കുറിയുടെ അല്ലെങ്കിൽ ആ ഒരു പുക പോലെ നമുക്ക് ശ്വസിക്കാനായിട്ട് പാടുള്ളതല്ല. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മറ്റ് അസുഖങ്ങളൊക്കെ വരാനായിട്ട് ഇത് കാരണമായത്. ഓക്കെ, അതായത് മെർക്കുറിയുടെ ആ വേപ്പേഴ്സ് മൂലം അത് ശ്വസിക്കുമ്പോൾ എന്താണ് നമുക്ക് റെസിപ്പറേറ്ററി ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. അപ്പൊ എല്ലാത്തരം പ്രിക്കോഷൻസ് അടങ്ങി കംപ്ലീറ്റ്ലി നമ്മളൊന്ന് മൂടിക്കെട്ടിയ സിറ്റുവേഷൻസിലായിരിക്കണം ഇത്തരം ലീക്കേജ് വേസസുകൾ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Evict the area, take away jewelry, wear protective equipment. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. സ്പില്ല് കണ്ടെയ്ൻ ചെയ്യണം. മെർക്കുറി സ്പില്ല് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് അതിന് വേണ്ട അബ്സോർബൻ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എന്താണ് അബ്സോർബ് ചെയ്തെടുക്കുന്നതിനുള്ള പാഡുകളും അത് സ്പ്രെഡ് ആവാതിരിക്കാവുന്ന രീതിയിൽ തന്നെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള പാഡ്സുകൾ ഉപയോഗിച്ചുള്ളത് നീക്കം ചെയ്യുന്നു. ദെൻ ഈ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു? Put the materials in label, hazard, waste bag or container for discarding. നമ്മൾ ഈ നീക്കം ചെയ്ത മെറ്റീരിയൽസ് ഒരു ലേബൽ ചെയ്തിരിക്കുന്ന ബയോ ഹസാർഡ് ബാഗിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇനി ചെറിയ സ്പില്ലാണെങ്കിലോ, ചെറിയ മെർക്കുറി സ്പില്ലാണെങ്കിൽ സിപ്പ് വിത്ത് നീഡിൽ, ലെസ് സിറിഞ്ച് വിത്ത് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. എന്താ പറയുന്നത്? ഇഫ് ഇറ്റ്സ് സ്പില്ലേജ്, സ്മോൾ സ്പില്ലേജ് ആണെങ്കിൽ, അതായത് മെർക്കുറി സ്പില്ലേജ് ചെറിയ രീതിയിലുള്ള അളവിലാണ് വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളത് നമുക്കൊന്ന് സിപ്പ് ചെയ്ത് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പൊ കണ്ടെയ്നേഴ്സ് ചില ബാഗുകളായിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആ ബാഗിനകത്തേക്ക് ഇട്ടേക്ക് നമ്മളത് സിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ചിലതിൽ എന്താണ് നീഡിൽസ്, സിറഞ്ചസ്, സോറി വിത്ത് നീഡിൽ ലെസ് സിറഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. അതിന് പോയിന്റ് വേണ്ട കേട്ടോ. സ്മോൾ സ്പില്ലേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന സെന്റൻസ് എങ്ങനെയാണ്? ഇത് തന്നെയാണോ കിടക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? നോക്കിയിട്ടുള്ളതേ ടെക്സ്റ്റില്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ പോയിന്റ് കിടക്കുന്നത്? ഓക്കെ, ആ ഒരു സെന്റൻസ് അങ്ങ് വെട്ടിക്കോളൂ കേട്ടോ, വേണ്ട. നമ്മൾ ഈ മെർക്കുറി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്കില്ല് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ? റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന സാധനമാണോ മെർക്കുറി നമ്മള്? നോ. ഓക്കെ, ഒരു പോയിന്റ് വേണ്ടിട്ട് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പോയിന്റ് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടേര്, വെട്ടുണ്ടോ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്ക് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഓക്കെ, സ്പില്ല് നമ്മൾ കണ്ടെയ്ൻ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യണം. നമ്മൾ നേരത്തെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്ലീൻ ചെയ്തതുപോലെ ഇത് ക്ലീൻ ചെയ്യണം. 27 ഓക്കെ, ഇനി ഒന്നുമില്ല, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മെർക്കുറി എസസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അതായത് ആ ഒരു ഏരിയ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മെർക്കുറി സ്പില്ലേജ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഏത് സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചത്? 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ദെൻ അത് ഉപയോഗിച്ച ശേഷം, അത് ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന്റെ ഒരു വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത്, അതായത് ഈ മെർക്കുറിയുടെ ആ ഒരു ഗന്ധം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. ഇപ്പൊ എന്താണ് ഓപ്പൺ ചെയ്ത് പിന്നെ ആ ഒരു ഏരിയ നമ്മൾ വളരെയധികം ഡ്രൈ ആവുന്ന രീതിയിൽ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള ഒരു നോർമൽ വായു അതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എല്ലാ ജനാലകളും തുറന്നിടുക. ഓക്കെ, പിന്നീട് എന്താണ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിന് പിന്നീട് നമുക്ക് ഇത് റീയൂസ് ചെയ്യാം. റീയൂസ് മീൻസ് ആ ഒരു റൂം പിന്നീട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ആ മെർക്കുറിയുടെ ദുർഗന്ധങ്ങൾ മുഴുവനായിട്ട് ആ വിൻഡോസിലൂടെ പുറന്തള്ളിയതിനു ശേഷം നോർമൽ ആയിട്ടുള്ള ഒരു വായു അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനുശേഷം നോർമൽ ആയിട്ട് അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ആ റൂമിൽ നമുക്ക് പിന്നീട് തുടരാവുന്നതാണ്. ഓക്കെ, പിന്നെ ആ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. നമുക്കറിയാം ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്. പ്രത്യേകിച്ച്
ബയോഹസാർഡ് ബാഗിലേക്കായിരിക്കും നമ്മുടെ ഈ വേസ്റ്റസ് ഡിസ്പോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റസ് ഡേഞ്ചറസ് വേസ്റ്റ് ലേബൽ ബാഗിലേക്കായിരിക്കും നമ്മൾ മാറ്റുന്നത്. മാത്രമല്ല ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന്റെ എല്ലാ പ്രോട്ടോകോൾസും പ്രത്യേകിച്ച് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മുടെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് നീക്കം ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. എന്താണ് റിപ്പോർട്ട്? സ്പിൽ. ഏത് തരം സ്പില്ലാണ്? ഇതിപ്പോ മെർക്കുറി സ്പില്ലാണ് അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസ് തയ്യാറാക്കുക. സ്പിൽ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺ സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട്സ് നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട്സിൽ കൃത്യമായിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും? ഈ സ്റ്റെപ്സുകളെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടായിരിക്കും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മെർക്കുറി സ്പില്ലേജ് മുതലാണ് കേട്ടോ ആ റിപ്പോർട്ട്സ് വരുന്നത്. ബോഡി ഫ്ലൂയിഡ്സിൽ അത് ഉണ്ടായിരുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര ഭാഗങ്ങളൊന്നും പഠിച്ചിട്ട് വരണേ, നിങ്ങൾ നോക്കിയിട്ട് വരണേ. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Thank you. Have a nice day.